അസ്സലാമലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നോമ്പിന് വന്നതാ ഒന്നുകൊണ്ട് പിന്നെ വന്നിട്ടില്ല. നോമ്പിന് ഞാൻ രണ്ടോ മൂന്നോ വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ, പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും നോമ്പും പെരുന്നാളും വിഷുവും എല്ലാവർക്കും ഉഷാറായി എന്നൊക്കെ വിചാരിക്കണം. നമ്മളുടെ ഉഷാറായിട്ടുണ്ട്. പെരുന്നാളിനൊന്നും വീഡിയോ വീഡിയോ ചെറുതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം മോൾക്ക് പനിയായിരുന്നു. പെരുന്നാളിൻ്റെ അന്ന് മോനും ചെറിയ മോൾക്കും പനിയായിരുന്നു. പിന്നെന്താ മോന് പെരുന്നാൾ പള്ളിയും പോലും കൂടാൻ പറ്റിയില്ല, അത്രത്തോളം പനിയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം എനിക്കൊന്ന് സുഖമില്ലായ്മയൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ അവിടെ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതിനൊന്നും നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോർമലായി വന്നപ്പോൾ പിന്നെ വീണ്ടും ചെറുതായിട്ടൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല മാങ്ങേൻ്റെ അച്ചാറാണ് കേട്ടോ. മാങ്ങ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാങ്ങ അധികമായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. 2 ദിവസമൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇടാൻ കൂടിയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം കട്ട് ചെയ്തു. പിന്നെ അതുപോലെ പെരുന്നാളിൻ്റെ അന്നൊക്കെ വലിച്ചിട്ട ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെച്ച് അങ്ങനെ ഒരുപാട് ജോലികൾ എനിക്ക് മാറ്റി വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് ഇപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ മക്കളെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ആരാൻ്റെ മൂച്ചിക്ക് കല്ലെറിയുന്നത് നല്ല രസമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ മുമ്പിൽ തന്നെ വീടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പോട്ട്. അപ്പോൾ അത് മരിച്ചു പോയി. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മാങ്ങക്ക് എനിക്ക് തന്നെ തരും കേട്ടോ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാനൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇതിൽ ഏറിയ വല്യമ്മ മരിച്ചു പോയി കേട്ടോ. 3 വർഷമൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ മക്കൾ ഇനിയിപ്പോൾ നോമ്പായതുകൊണ്ട് ഇതിന്മേൽ എല്ലാവരും പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആകെ 2 3 മാങ്ങയൊക്കെ ഇതിന്മേൽ കാണുള്ളൂ. അപ്പോൾ അത് മക്കൾ കല്ലെടുത്ത് എറിയാണ്. ഇനി പോരുക വേണ്ട. കുക്കുവിൻ്റെ ചെരുപ്പാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതിലെ വരും, സൈഡിൽ കൂടെ പോയല്ലേ. മാങ്ങല തലേക്ക് ചോടും പോവാ. കുക്കുവാക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്, 2 ആളും കൂടെ നോക്കി അടുത്തേക്ക്. മോളും കൂടെ നോക്ക്. ഇനി നമ്മൾ മൂച്ചിമ്മ കുറച്ച് മാങ്ങുണ്ട് കേട്ടോ. അതായത് ഇതിപ്പോൾ മാങ്ങ ഞാൻ ആകെ 5 6 ഒക്കെ കണ്ടിട്ടുള്ളായിരുന്നു. അത് ഞാൻ നോമ്പിന് പറിച്ചിട്ട് പഴുത്തിട്ടൊന്നുമില്ല. പക്ഷേ അത് ചെറിയൊരു മഞ്ഞ വന്നപ്പോഴേക്കും ഞാൻ നോമ്പിന് വെള്ളത്തിൻ്റെ ദാഹത്തിൻ്റെ ശക്തി കൊണ്ട് പച്ചമാങ്ങ കൊണ്ടൊക്കെ ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിച്ചത് അങ്ങനെ കഴിഞ്ഞു പോയിട്ട്. പിന്നെ ഞാൻ മാങ്ങില്ലാന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം ഒരു 5 6 മാങ്ങ വീണ്ടും കാണാനുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മാങ്ങയാണ്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് മാങ്ങ ഉണ്ട്, ഇനി പറിക്കാണ്ട്. അപ്പോൾ അത് മോന് കയറിയിട്ട് പറിക്കുകയാണ് കേട്ടോ. ഒരു ബക്കറ്റ് വെച്ചിട്ട് ആ ബക്കറ്റിൽ ചെറിയൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റിലാണ് നമ്മൾ പറിച്ച് അതിലേക്കാണ് ഇറക്കി വെക്കുന്നത് കേട്ടോ. കാരണം നിലത്ത് ചാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേഗം കേടായി പോകും. അപ്പം അത്രക്കും വലിയ മാങ്ങയാണ്. അതിൻ്റെ സീഡ് എന്ന് പറഞ്ഞൊരു ബ്ലേഡ് പോലെ ഉണ്ടാവുള്ളൂ, ബാക്കി ഫുള്ള് അതിൻ്റെ കാമ്പാവും കേട്ടോ.
അപ്പോൾ അത്രത്തോളം ടേസ്റ്റുള്ള മാങ്ങ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കില്ല, അങ്ങനത്തെ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഒരു 2-3 മാങ്ങ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബക്കറ്റ് ഫുള്ളാവും കണ്ടോ. അതാണ് നമ്മളെ മാങ്ങ. ഇനിയുണ്ട് പറിക്കാൻ കേട്ടോ. ഇനി ഫുള്ളായിട്ട് ബാങ്ക് കൊടുക്കാനായതുകൊണ്ട് ഇറങ്ങിപ്പോന്നതാണ്. അപ്പോൾ ഇനിയുണ്ട് പറിക്കാൻ. ഇപ്പോൾ കുറച്ച് കിട്ടിയതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മാങ്ങ പറിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മക്കളൊക്കെ കുളിച്ച് കയറിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനായതുകൊണ്ട് എല്ലാവരും കയറി. കുട്ടിട്ടാ ഇനിയിപ്പോൾ കുറച്ച് സമയം ഇപ്പോൾ വീടിൻ്റെ മുകളിൽ കയറി നിൽക്കണം. വീടിൻ്റെ മുകളിലാണ് നിൽക്കേണ്ടി, താഴെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കയറി നിന്ന് നല്ല കാറ്റാട്ടോ. കുറച്ച് സമയം നല്ല പടിഞ്ഞാറ് ഭാഗത്ത് പോയിട്ട് നല്ല കാറ്റുണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെ കയറി നിൽക്കുകയാണ്. പിന്നെ രാത്രിയിലൊക്കെ ചില സമയത്ത് ഞങ്ങളിവിടെ പോയിട്ട് നിൽക്കും. പിന്നെ അതുപോലെ രാത്രി ചിലപ്പോൾ ഇവിടെ ഒരുപാട് സമയം ഇവിടെ കയറി കിടക്കുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങി പോവുള്ളൂ. എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ നല്ല കാറ്റും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി കിടക്കും. പിന്നെ നമുക്ക് അച്ചാറിടാൻ നോക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഉലുവയും കടുകും ഒക്കെ നല്ലോണം വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് അവിടെ മിക്സിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും കൂടെ ചേർത്തിട്ട് 2-3 കൂടെ ഒന്നിച്ചിട്ടാണ് പൊടിക്കുന്നത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അച്ചാറിൻ്റെ റെസിപ്പി നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചതാണ്. മീനുകൊണ്ടുണ്ട്, കഷ്ണ മീനുകൊണ്ടുണ്ട്, നത്തോലി കൊണ്ടുണ്ട്, ഉണക്കമുന്തിരിണ്ട്, ഓറഞ്ച് തൊലിയുണ്ട്, ഈന്തപ്പഴമുണ്ട്. അങ്ങനെ ഒരുപാട് തരം അച്ചാറുകൾ ഇട്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടൊന്ന് കാണണം. അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ എന്തായാലും മാങ്ങയും അതുപോലെയൊക്കെ കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ അച്ചാറൊക്കെ ചില സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഒരുപാട് വീടുകളിലേക്ക് എന്ത് ചെയ്യാം, അച്ചാറില്ലാതെ ഇരിക്കലുണ്ടാവില്ല. ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ അച്ചാറിടുന്ന ആളല്ല കേട്ടോ. എനിക്കിഷ്ടമല്ല. മക്കൾക്ക് അങ്ങനെ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അച്ചാർ അങ്ങനെ വലിയൊരു ഇത് കൊടുക്കലില്ല. അച്ചാറിനായിട്ട് ഇവിടെ കൊടുക്കലില്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് മാങ്ങ കിട്ടിയതുകൊണ്ട് ഞാൻ അച്ചാറിടാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് നമ്മൾ മാങ്ങച്ചാറിന് കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവയും കടുകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂട്ടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുണ്ട്. ഉലുവയും കടുകും വറുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ നല്ലെണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പ് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മുളക് പൊടിയും ഇതും പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയൊക്കെ നമുക്ക് അധികം ചേർത്ത് കൊടുക്കണമെങ്കിൽ അത്രത്തോളം ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തൊലിച്ചുകൊണ്ടിരിക്കാൻ ടൈമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് അധികം തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിറം മാറിയത് കണ്ടില്ലേ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവും പുളിയും ഉപ്പും കൂടെ ചേർന്നതാണല്ലോ അച്ചാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് എത്ര ഇട്ടാലും കൂടൂല. വിനീഗർ ഒഴിക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് മാങ്ങ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങ ഞാൻ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ 2 ദിവസമായി ഞാൻ കട്ട് ചെയ്തുകൊണ്ട് അടച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു നിറ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം മസാലയൊക്കെ അതിൽ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. ചെറിയൊരു ഉലുവൻ്റെ ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും ചെറുതായിട്ട്. പക്ഷെ അത് നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞ് നമ്മൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതൊന്നും നമ്മൾ അറിയേയില്ല. ഇപ്പോൾ ചെറുതായിട്ടൊരു കയ്പ്പുണ്ട്. എന്നാലും മക്കളൊന്നും ഇതിൻ്റെ ബാക്കിൽ നിന്ന് മാറണേ ഇല്ല. നമുക്ക് ഇതിലേക്ക് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇത് ഇളക്കി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് കവിഞ്ഞ് നിൽക്കണം കേട്ടോ. നമുക്ക് വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും പൂപ്പ് വരാതിരിക്കുള്ളൂ. കാരണം ഇത് പൂക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് വെന്തതായതുകൊണ്ട്. കഴിച്ചെന്നാൽ ഒന്നുകൂടി കഴിച്ചാൽ വാങ്ങാം. അപ്പോൾ അത്തുവിന് അച്ചാർ കൊടുത്തിട്ടുണ്ട്. കഴുകിയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടുന്ന് എരിവുണ്ടാവുക. എരിവില്ല? അതെ ഞാണോ? ഈ മതി. ഇനി പിന്നെ കൂട്ടിട്ടോ. വേവാട്ടോ. വേവാവട്ടെ. കുറച്ച് കഴിയട്ടെ. എരിവില്ല? എന്താ വേണ്ടി? എന്നാണിപ്പോൾ നമ്മൾ അച്ചാറിട്ട മാങ്ങട്ടെ. കാരണം ഇത് മൂശിമേൽ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് പഴുപ്പാവുമ്പോൾ ഇതിന് താനെ കുത്ത് വരും. ആ കുത്ത് വന്ന് അതിൻ്റെ ഉള്ളിൽ പുഴു നിറയും. അപ്പോൾ നമുക്കിത് പഴുപ്പിച്ചിട്ട് കഴിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ അച്ചാർ ഇടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇത് ബാലൻസ് വന്ന മാങ്ങിയത്. അപ്പോൾ നിലത്ത് ചാടിയതിനൊക്കെ ചെറിയൊരു കേട് വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കിയതാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കേട്ടോ. നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 തിള വന്നതോട് കൂടി ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. മാറ്റി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് എന്താ പറയുക ചൂടാറിയതിന് ശേഷം നമുക്കിത് ഭരണിയിലായിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് നമ്മുടെ മാങ്ങച്ചാറ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. ലൈക്ക് ചെയ്യാതെ പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമായിരുന്നു സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ മാങ്ങോണ്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നേരത്തെ പറഞ്ഞപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.